അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിലാണ് ഏറ്റവും പുതിയ വാർത്തകളുള്ളത്. മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മൊഴി കൂടി രേഖപ്പെടുത്താൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. അതെ, പ്രശാന്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്തെ ദേവസ്വം ബോർഡിലെ അംഗങ്ങളുടെ മൊഴിയും രേഖപ്പെടുത്തും. കേസിൽ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. പങ്കജിനെ വീണ്ടും വിളിച്ചു വരുത്താനും SIT തീരുമാനം. സിജോ വി ജോൺ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സിജോ, PS പ്രശാന്തിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങളാണ് SIT ചോദിച്ചറിയുക? പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്തതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തുവരുന്നുണ്ടോ? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയപത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള സിജോ, ഇത് മാറ്റി കണക്ട് ചെയ്യണം, ശബ്ദം കേൾക്കുന്നില്ല. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നിർണായകമായ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. PS പ്രശാന്തിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. അതെ, എന്ന് വെച്ചാൽ PS പ്രശാന്താണ് ഇതിന് തൊട്ട് മുൻപുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അപ്പോൾ PS പ്രശാന്തിനെതിരെ ഉയർന്നിരുന്ന ഏറ്റവും വലിയ ആരോപണം ഈ സംഗതി അറിഞ്ഞിട്ടും 2019 ഈ സ്വർണ്ണ കവർച്ച നടക്കുന്നത്. അപ്പോൾ അത് അറിഞ്ഞിട്ടും ഈ ഭരണസമിതി അത് മറച്ചുവെച്ചോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിലായിരിക്കും കാര്യമായും ഇപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ തന്നെ സ്മാർട്ട് ക്രിയേഷൻസ്, ഈ സ്വർണ്ണപ്പാളി മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള കരാറൊക്കെ ഏറ്റെടുത്ത് സ്മാർട്ട് ക്രിയേഷൻസ് ആയിരുന്നു. അപ്പോൾ അതിന്റെ CEO പങ്കജ് ഭണ്ഡാരിയെ കൂടി ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കൂടി നിർണായകമായിരിക്കും. സിജോ, തുടരാം. അങ്ങനെ കഴിഞ്ഞ ഭരണസമിതിയിലേക്ക് കൂടി അന്വേഷണം എത്തുകയാണ്. ആദ്യം ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അംഗങ്ങളാണ് പ്രതിയേർക്കപ്പെടുകയും പിന്നെ അറസ്റ്റിലാകുന്ന സാഹചര്യമൊക്കെ ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിന് ശേഷവും കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിലും സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചു വരുത്താൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യം ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തു വിടാൻ വേണ്ടിയായിരുന്നു തീരുമാനിച്ചിരുന്നത്. പിന്നീട് ആ ഉത്തരവ് തിരുത്തി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കൊടുത്തു വിടാൻ വേണ്ടിയാണ് മാറ്റുകയും ചെയ്യുന്നത്. ഈ ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ കൊടുത്തു വിടാനുണ്ടായ തീരുമാനത്തെക്കുറിച്ചൊക്കെ വ്യക്തമായ വിവരങ്ങൾ അറിയുക എന്നുള്ളതാണ് ഈ അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. തങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല. ചട്ടപ്രകാരം നിയമപ്രകാരമാണ് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നതാണ് PS പ്രശാന്ത് നേരത്തെ തന്നെ ഈ SITക്ക് ഈ ദേവസ്വം വിജിലൻസിനൊക്കെ നൽകിയിരുന്ന വിവരം. എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ SITയും ഒരു നിർണായക നീക്കത്തിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. അതൊരു പ്രാഥമിക ചോദ്യം ചെയ്യൽ മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. തുടർ ചോദ്യം ചെയ്യൽ ഉണ്ടാകും. ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് നിലവിൽ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ അന്നത്തെ ഭരണസമിതി അംഗങ്ങൾ മാത്രമാണ് അറസ്റ്റായിട്ടുള്ളത്. ഈ സ്വർണം കൊണ്ടുപോയിട്ടുള്ള വഴികളിലൂടെ അന്വേഷണ സംഘം കടക്കുകയാണ്. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. തീർച്ചയായും ഈ കവർന്ന സ്വർണം എവിടം വരെ പോയിട്ടുണ്ട്, അതൊരു കോടീശ്വരന് വിറ്റു എന്നിപ്പോഴും പ്രതിപക്ഷം ആരോപണം ഉയർത്തുന്നതിനിടയിലാണ് ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിലേക്കും പങ്കജ് ഭണ്ഡാരിയിലേക്കും വീണ്ടും SITയുടെ അന്വേഷണം നടന്നത്.